കോഴിക്കോടിൻ്റെ കിഴക്കൻ മലയോര ഗ്രാമമായ കൂടരഞ്ഞിക്ക് പച്ചപ്പ് അല്പം കൂടുതലാണ്. ആ പച്ചപ്പിന് വെള്ളിച്ചിലങ്ക ചാർത്തിയ ചന്തത്തോടെയാണ് ആനക്കല്ലമ്പാറ ഒഴുകുന്നത്. വെള്ളത്തിനെന്തെങ്കിലും ഭംഗിയുണ്ടോ എന്ന് ചോദിക്കുന്നവരെ ഇവിടെ കൊണ്ടുവരണം. ആനക്കല്ലമ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് നുരഞ്ഞും പതഞ്ഞും പരന്നും കുത്തിയും ചരിഞ്ഞും ഒഴുകുന്ന ഈ സൗന്ദര്യം കാണിച്ചു കൊടുക്കണം. തമ്പുരാൻ കൊല്ലിയും ഉടുമ്പുപാറയും കല്ലൻ പുല്ലുമൊക്കെ താണ്ടി എത്തിയതാണ് ഇവിടെ. വലിയ പാറകൾക്കിടയിലൂടെ ആർത്തലച്ചൊലിക്കുന്നതിനാൽ ആനക്കല്ലമ്പാറ വെള്ളച്ചാട്ടം എന്ന പേര് വീണു. ഇതിനു താഴെയാണ് ഉറുമി ജലവൈദ്യുത പദ്ധതി. അവിടെ എത്തുമ്പോൾ ഇയാൾ ഉറുമി വെള്ളച്ചാട്ടമാകും. അവിടെ നിന്നു പിന്നെ ഇരവഴഞ്ഞി പുഴയിലേക്ക്. അവധി ദിവസങ്ങളിൽ നിരവധി ആളുകൾ ഈ സൗന്ദര്യം ആസ്വദിക്കാനെത്താറുണ്ട്. ഇവിടെ ധാരാളം ആളുകൾ വരുന്നതാണ്. ഇവിടെ പ്രദേശങ്ങളിൽ അവധി ദിവസങ്ങളിൽ അത് കൂടുതലായിട്ട് വരും. മിക്കവാറും മറ്റ് അടുത്ത ജില്ലകളിൽ നിന്നും അതുപോലെ തന്നെ ഈ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ധാരാളം ആളുകൾ വരുന്നതാണ്. ഇതുപോലെ മുകൾ ഭാഗത്തേക്കുണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട്, പുഴകളുണ്ട്. അതേപോലെ തന്നെ ഇത് തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഈ പുഴകളിലേക്ക്. കോഴിക്കോട് നിന്ന് 48 കിലോമീറ്റർ ഉണ്ട് പൂവാറന്തോടിലേക്ക്. നഗരത്തിന്റെ തിരക്കും ബഹളവും ഒന്നുമില്ലാത്ത ഇവിടെ ആകെ മുഴങ്ങിക്കേൾക്കുന്നത് ആനക്കല്ലമ്പാറയുടെ ഇരമ്പൽ മാത്രമാണ്. അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ച് ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചോ. മനോഹരമായ വേറെയും സ്പോട്ടുകളുണ്ട് ഇവിടെ. വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോഴും പാറകൾക്കിടയിൽ കൂടി നടക്കുമ്പോഴും ഒന്നും ശ്രദ്ധിക്കണം.